ഇങ്ങനെ കടലിലൂടെ പോകുന്ന ഈ പടുകൂറ്റൻ കപ്പലിൻ്റെ അടിയിൽ എത്രമാത്രം ആഴമുണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഈ കപ്പലിൻ്റെ ആഴം മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഇത്. ഇതിൻ്റെ പേര് എക്കോ സൗണ്ടർ എന്നാണ്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് സപ്പോസ് കപ്പലിൻ്റെ അടിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതിനൊരു കമ്പോണൻ്റ് ഉണ്ട്, അതിൻ്റെ പേര് ട്രാൻസ്ഡ്യൂസർ എന്നാണ്. അതിൽ നിന്ന് നമ്മുടെ ഇലക്ട്രിക് സിഗ്നലിനെ കൺവേർട്ട് ചെയ്ത് സൗണ്ട് പൾസായിട്ട് അത് താഴെ സീ ബെഡിലേക്ക് അയക്കും. അപ്പോൾ പൾസ് പോയി ഇത് സീ ബെഡാണ്. ഓക്കെ, സീ ബെഡിൽ പോയി ഇടിച്ചതിന് ശേഷം തിരിച്ച് റിഫ്ലക്റ്റായി ഇതിൽ തന്നെ തിരിച്ച് വരും, ഇത് ക്യാച്ച് ചെയ്യും. അപ്പോൾ ഇതിനെടുക്കുന്ന ഈ ടൈമിനെ കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ എത്ര ഡെപ്താണ് കപ്പലിൻ്റെ അടിയിൽ നിന്ന് സീ ബെഡിലേക്കുള്ളതെന്ന് ഇത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കപ്പലിൻ്റെ അടിത്തട്ടിൽ 28.3 മീറ്ററാണ് ഡെപ്ത് വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയാണ് നമ്മൾ ബർത്തിങ്ങിന് പോർട്ടിൽ പോകുന്ന ടൈമിലായാലും നമ്മളിപ്പോൾ സെയിലിംഗ് ടൈമിലായാലും ആങ്കർ ഇടുന്ന ടൈമിലും നമുക്ക് എത്രയാണ് ഡെപ്ത് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി അപ്കമിങ് വീഡിയോകളിൽ ഇതുപോലെ ഓരോ എക്യുപ്മെൻറ്റിനെ കുറിച്ച് പരിചയപ്പെടാം. ഓക്കെ, ബൈ ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.